UDF നേതാക്കൾ അവരും വലിയ വിജയം നേടുമെന്നുള്ളൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് UDF നീങ്ങുന്ന ഒരു കാഴ്ച, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി UDFന് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള ഒരു വളരെ ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ വിശദീകരിച്ചാൽ ഇങ്ങനെയാണ്. സാധാരണ നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 9.5 വർഷമായിട്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഭരണകക്ഷി എന്ന രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതും ഒക്കെ ഉണ്ടാവും, ഇനിയും ഉണ്ടാവും. ചെയ്തത് മാത്രമല്ല, അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരാനും ഇടയുള്ളതാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു കാര്യവും ഉയർന്നു വന്നില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷം പ്രത്യേകിച്ച് UDF വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലായ ഒരു പ്രത്യേക സാഹചര്യമാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. ഇത് അപൂർവമായ സംഭവമാണ്. ഭരണപക്ഷം പ്രതിക്കൂട്ടിലാകുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ ഭരണപക്ഷം ശരിയായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുന്ന പ്രാപ്തി നേടുമ്പോൾ മറുഭാഗത്ത് UDF പ്രതിസന്ധിയാവുകയിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. സമീപകാലത്തൊന്നും ഇല്ലാത്ത അത്രയും വലിയൊരു വിവാദമാണ് രാഹുലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് തന്നെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോഴും അവർ തന്നെയാണ്, അവരുടെ സംരക്ഷണത്തിൽ തന്നെയാണ് പോകുന്നത്. എന്നിട്ട് മറുഭാഗത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തേ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചിലർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ഉൾപ്പെടെ അവിടെ സ്വാധീനം കൂടി ഉപയോഗിച്ച് ഒളിവിൽ കിടക്കുന്ന സ്ഥിതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനുമുള്ളത്. കോൺഗ്രസിൻ്റെ കേരളത്തിലെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സന്ദീപ് വാര്യർക്കും ഉള്ളത്. അവർ രണ്ടും ഒളിവിലാണ്. ഒരു ഭാഗത്ത് സന്ദീപ് വാര്യർ ഏറ്റവും ശക്തിയായ കടന്നാക്രമം ഇരക്കെതിരായിട്ട് എന്ന് പറഞ്ഞാൽ അതിജീവിതക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള കേസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒളിവിലാണ്. അതോടൊപ്പം തന്നെ ആരാണോ ഇതിനെല്ലാം കൃത്യമായിട്ട് നേതൃത്വം നൽകിയിട്ടുള്ളത് അവർ രാഹുൽ മാങ്കൂട്ടത്തിലും ഒളിവിലാണ്. രണ്ടിനെയും പിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അവരെല്ലാം കസ്റ്റഡിയിൽ എടുക്കാൻ കഴിയും, നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിയും.